കൊൽക്കത്തയിലെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ. പുലർച്ചെ ആദ്യ ട്രെയിൻ എത്തും മുമ്പേ മുഴങ്ങുന്ന അനൗൺസ്മെന്റ്. ചിതറി വീണ നിയോൺ ലൈറ്റിന് കീഴെ യാത്രക്കാർ തീവണ്ടിക്കായി ദൂരേക്ക് നോക്കി നിൽക്കെ പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ ഒരു മണ്ണെണ്ണ സ്റ്റൗ പതിയെ കത്തി തുടങ്ങും. രാധയുടെ ചായക്കട എന്ന ഒരു തകര കഷ്ണത്തിൽ ബംഗാളിയിൽ എഴുതിയ ബോർഡ്. തിരക്കേറാൻ പോകുന്ന ആ പ്ലാറ്റ്ഫോമിൽ ചൂട് ചായ വിളമ്പാനൊരുങ്ങുന്ന രാധ. കഴിഞ്ഞ 20 വർഷമായി അവർ അവിടെ ചായ വിൽക്കുന്നു. ആ ചായയുടെ മണവും തീവണ്ടിയുടെ ചൂളം വിളിയും യാത്രക്കാരുടെ ബഹളവും അറിഞ്ഞാണ് രാധയുടെ മകൾ മിനി വളർന്നത്. ആ കൊച്ചു ചായ ഷെഡിൽ തന്നെ. ചിലർക്ക് രാധ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചായ വിൽപ്പനക്കാരി മാത്രം. ഹൗറയിൽ നിന്ന് ഓഫീസിലേക്കും മറ്റും ദിനംപ്രതി പോയി വരുന്ന 100 കണക്കിന് യാത്രക്കാർക്കും റെയിൽവേ പോർട്ടേഴ്സിനും ഗാർഡ് ഡ്യൂട്ടിയിലുള്ളവർക്കും രാധ വീട്ടിലെ ചായയ്ക്ക് മുന്നേയുള്ള ഒരു കപ്പ് ആശ്വാസമായിരുന്നു. അവൾക്കറിയാം ആർക്കാണ് കട്ടൻ ചായ വേണ്ടത്, ആർക്കാണ് മധുരം കുറച്ച് ചായ എടുക്കേണ്ടത്, ആർക്കാണ് ഇഞ്ചി കുറച്ച് അധികം ചേർക്കേണ്ടതെന്നൊക്കെ. കാരണം അവൾ ചായ പകർന്നത് ഹൃദയം കൊണ്ടായിരുന്നു. മകൾ മിനിക്ക് ഡൽഹിയിൽ കോളേജ് അഡ്മിഷൻ കിട്ടിയ ദിവസം രാധ സന്തോഷം തുളുമ്പിയ കണ്ണുകളോടെ ആ വിവരം ആ ഹൗറ സ്റ്റേഷനെ ആകെ അറിയിച്ചു. പ്ലാറ്റ്ഫോമുകളിൽ നിന്നവരും കൂലിത്തൊഴിലാളികളും റെയിൽവേ ജീവനക്കാരും ആ വാർത്ത കേട്ട് മനസ്സറിഞ്ഞ് ചിരിച്ചു. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കയ്യടിയോടെയാണ് ക്യാബിന് പുറത്തേക്ക് വന്നത്. ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്നും 1000 രൂപയെടുത്ത് മിനിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നന്നായി പഠിക്കണം, നീ മിടുക്കിയാകുമെന്ന് അഭിനന്ദിച്ചു. മിനി ഡൽഹിയിലേക്ക് പോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഹൗറയുടെ പാളങ്ങളിലൂടെ ആയിരക്കണക്കിന് ജീവിതങ്ങൾ പിന്നെയും പാഞ്ഞു. രാധ ചായ വിറ്റുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 4-ൽ ഇപ്പോഴുമുണ്ട്. അവിടെ ആ ചായപാത്രത്തിനപ്പുറം ഒരു ഫോട്ടോ എല്ലാവർക്കും കാണാനാകും വിധം അഭിമാനത്തോടെ രാധ വെച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന മകൾ മിനി. താഴെ മിനിയുടെ കൈപ്പിടിയിലെ കുറിപ്പ്. അതിങ്ങനെയായിരുന്നു: എന്നെ വളർത്തിയ, എന്നെ ഞാനാക്കിയ ഹൗറയിലെ പ്ലാറ്റ്ഫോമിന്. ഏതാണ് ഈ കഥകൾ? എന്താണ് പ്രസക്തി? കോടിക്കണക്കിന് ആളുകളുടെ കിനാവും പുഞ്ചിരിയും ആശങ്കയും എല്ലാം ഏറ്റുവാങ്ങുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഒരു പേര്. വരിവരിയായി നീണ്ട ബോഗികളുടെ ഉള്ളിൽ ജീവിതങ്ങളെ പൊതിഞ്ഞു പിടിച്ച് അവരുടെ സ്വപ്നങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ രാജ്യത്തിൻ്റെ യാത്രായാനം ഇന്ത്യൻ റെയിൽവേ.